ഹായ് ഫ്രണ്ട്സ്, 3D ഹോം ടിപ്സിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഓട്ടോകാഡ് ഫയലിലെ ഡ്രോയിങ്സ് എങ്ങനെ PDF ആക്കാം എന്നതാണ്. അപ്പോൾ അതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നിങ്ങൾ കീബോർഡിൽ Ctrl+P എന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ഒരു ബോക്സ് വരുന്നതായിട്ട് കാണാവുന്നതാണ്. അതിൽ കണ്ടിന്യൂ ടു പ്ലോട്ട് എ സിംഗിൾ ഷീറ്റ് എന്ന് കാണാം. അതിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം പ്ലോട്ട് മോഡൽ എന്നൊരു ബോക്സ് ഓപ്പൺ ആയിട്ട് വന്നതായിട്ട് കാണാവുന്നതാണ്. നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിക്കുക. സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇതിൽ നെയിം എന്ന ഒരു ഓപ്ഷൻ കാണാം. അവിടെ നിങ്ങളുടെ ഫയൽ ഏതിലാണോ പ്രിൻ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അതല്ലെങ്കിൽ PDF ആക്കാൻ പോകുന്നത്, ഇപ്പോൾ JPG ആണെങ്കിൽ JPG എന്ന ഓപ്ഷൻ ഇവിടെ കാണാം. അതേപോലെ PNG ഇവിടെ കാണാം. അതേപോലെ PDF. ഇനി നേരിട്ട് ഇത് പ്രിൻ്റ് ആണെങ്കിൽ കൊടുക്കുന്നതെങ്കിൽ ഇവിടെ പ്രിൻ്ററിൻ്റെ നെയിം ഇവിടെ കാണാം. അപ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ പ്രിൻ്റർ ഇല്ലാത്തത് കൊണ്ട് അത് കാണിക്കുന്നില്ല. പ്രിൻ്ററുമായിട്ട് കണക്ട് ചെയ്ത സിസ്റ്റം ആണെങ്കിൽ ഇവിടെ പ്രിൻ്ററിൻ്റെ നെയിമും ഇവിടെ കാണാവുന്നതാണ്. അതിനുശേഷം ഏതാ വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിവിടെ PDF ആക്കുന്നത് കൊണ്ട് ഞാനിവിടെ PDFൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾക്കിവിടെ കുറച്ച് താഴത്തായിട്ട് പേപ്പർ സൈസ് കാണാം. അത് A4 ആണെങ്കിൽ A4, A3, A2 ഏത് സൈസാണോ നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. ഞാനിവിടെ A4 സെലക്ട് ചെയ്തു. അതിനുശേഷം നിങ്ങൾക്ക് കുറച്ച് താഴത്തായിട്ട് വാട്ട് ടു പ്ലോട്ട് ഇവിടെ കാണാം. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് ഓപ്പൺ ആക്കുന്നവർക്കാണെങ്കിൽ ഇവിടെ ഡിസ്പ്ലേ എന്നായിരിക്കും കാണുന്നത്. ഞാൻ ഇവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ഇവിടെ വിൻഡോ എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ആണെങ്കിൽ അത് വിൻഡോ ആക്കി കൊടുക്കുക. അതിനുശേഷം തൊട്ടിപ്പുറത്തായിട്ട് ഞാൻ മൗസ് കൊണ്ട് കാണിച്ചിരിക്കുന്ന ഭാഗത്ത് വിൻഡോ എന്ന ഓപ്ഷൻ ഇവിടെ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഡ്രോയിങ് ഒരു പേജിൽ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടാവും. അവിടെ ആ പേജ് സെലക്ട് ചെയ്യുക. ഇതെങ്ങനെ സെലക്ട് ചെയ്യാം എന്നത് നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിക്കുക. സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എങ്ങനെ കാണിക്കുന്നത് എന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ വിൻഡോ ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. അതിനുശേഷം നിങ്ങൾ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്, ഞാൻ വിട്ടുപോയത്, ഡ്രോയിങ് ഓറിയൻറ്റേഷൻ. അവിടെ പോർട്രേറ്റും അതേപോലെ ലാൻഡ്സ്കേപ്പും എന്ന രണ്ട് ഓപ്ഷനും ഇവിടെ കാണാം. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം ഞാനിവിടെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിക്കുക. അപ്പോൾ കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാകും. അതുകൊണ്ടാണ് ഞാൻ സ്ക്രീനിൽ ശ്രദ്ധിക്കാൻ പറയുന്നത്. നിങ്ങളുടെ ഡ്രോയിങ്ങിൽ, അതായത് ഓട്ടോകാഡ് ഫയലിൽ സെറ്റ് ചെയ്തു വെച്ച പേജിൻ്റെ അടിസ്ഥാനമാക്കിയാണ് ഈ പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും സെലക്ട് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ഓർക്കുക. രണ്ട് തമ്മിലുള്ള ഡിഫറൻറ്റ് ഞാനിപ്പോൾ തന്നെ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാകും. അപ്പോൾ ഞാൻ ലാൻഡ്സ്കേപ്പ് ചെയ്തത് ഞാൻ കാണിച്ചു തന്നിട്ട് ടിക്ക് ചെയ്തപ്പോൾ ഓൾറെഡി ആ പേജ് സെറ്റായിട്ട് തന്നെ A4 സൈസ് പേപ്പർ കറക്റ്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പോർട്രേറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടൊന്ന് പ്രിവ്യൂ ഒന്ന് കൊടുത്ത് നോക്കാം. അപ്പോൾ ഇനി ഇത് നേരെ നിങ്ങൾ റൈറ്റ് ക്ലിക്ക് നോക്കിയിട്ട് എക്സിറ്റ് അടിക്കേണ്ട ആവശ്യമില്ല. അത് നേരെ നിങ്ങൾക്ക് സ്പേസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നേരെ ആ സെറ്റിങ്സ് ഓപ്പൺ ആകുന്നതായിട്ട് കാണാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് പോർട്രേറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. ഇവിടെ ഈ ഭാഗത്തായിട്ട് അത് ചേഞ്ച് ആവുന്നത് ആ പേപ്പർ സൈസ്. ഇനി നമുക്കൊന്ന് പ്രിവ്യൂ ഒന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും മനസ്സിലായതായിട്ട് കരുതുന്നു. അതിനുശേഷം വേറൊരു ഓപ്ഷനാണ് ഫിറ്റ് ടു പേപ്പർ. ഇവിടെയും നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇത് ടിക്ക് ചെയ്താലാണ് ഈ പേപ്പർ സൈസിന് കറക്റ്റ് ഫിറ്റായിട്ട് നിൽക്കത്തുള്ളൂ നിങ്ങളുടെ ഡ്രോയിങ്. അത് ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് പ്രിവ്യൂ കൊടുക്കുക. ഓക്കെ, അപ്പോൾ വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഒക്കെ കറക്റ്റ് സെറ്റായിട്ടുണ്ടോ എന്ന്. എന്നിട്ട് ഒക്കെ വീണ്ടും
സ്പേസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ആ സെറ്റിങ്സ് ഓപ്പൺ ആയതായിട്ട് കാണാം. ഓക്കെ, അതിനുശേഷം ഇവിടെ പ്ലോട്ട് സ്റ്റൈൽ ടേബിൾ അവിടെ പോയിട്ട് ഇവിടെ DWF എന്നൊരു ഓപ്ഷനാണ്, അത് നോൺ ആക്കി കൊടുക്കുകയാണ് ഞാൻ. ഓക്കെ, അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ പ്രിവ്യൂ കൊടുക്കുക. പ്രിവ്യൂ കൊടുത്തിട്ട് ആ ഡ്രോയിങ്ങിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇത് ഞാൻ സെലക്ട് ചെയ്തതിന് മുമ്പ് ഒന്നും കൂടി ഒരു കറക്റ്റ് എടുക്കുക. ഇവിടെ നോൺ എന്നുള്ളത് ഈ ക്രോം എന്നൊരു ഓപ്ഷനാണ്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻറ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ അത് യെസ് കൊടുത്തു, കണ്ടില്ലേ? അപ്പോൾ ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി. നേരത്തത് നോൺ കൊടുത്തപ്പോൾ അതിൻ്റെ ഒരു കളർ ഷെയ്ഡായിട്ടായിരുന്നു കണ്ടത്. അപ്പോൾ പ്രിൻ്റ് എടുക്കുമ്പോൾ കളർ ഷെയ്ഡ് എടുത്താൽ ചിലത് ക്ലിയർ ആകത്തില്ല. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി നിങ്ങൾ PDF ആക്കാൻ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. എന്നിട്ട് ഒരു ഫോൾഡർ ഉണ്ടാക്കുക. ഫോൾഡർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അവിടെ ഒരു PDF എന്ന് നെയിം കൊടുക്കുക ഫോൾഡറിന്. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ ഒരു പ്ലാൻ ലേഔട്ട് എന്ന് കൊടുക്കാം. അത് നിങ്ങൾക്ക് തീരുമാനിക്കാം നെയിം എന്താണ് കൊടുക്കേണ്ടത് എന്ന്. ഞാൻ അപ്പോൾ ഒരു നെയിം കൊടുത്തു, അതിനുശേഷം സേവ് കൊടുത്തു. PDF ഫയൽ റോങ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അതൊന്ന് നമുക്ക് ഇത് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ വീണ്ടും Ctrl+P കൊടുത്തു. അതിനുശേഷം ഇവിടെ പ്രീവിയസ് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തു. പ്രിവ്യൂ ഒന്ന് നോക്കാം. പ്രിവ്യൂ കൊടുത്തപ്പോൾ ഓൾറെഡി അവിടെ സെറ്റ് കാണുന്നുണ്ട്. ഇനി നമുക്ക് ക്ലിക്ക് ചെയ്താൽ റൈറ്റ് ക്ലിക്കിൽ പ്ലോട്ട് എന്നൊരു ഓപ്ഷൻ കാണാം. അങ്ങനെ നിങ്ങൾക്ക് PDF ആക്കാവുന്നതാണ്. നേരെ സെറ്റിങ്സ് പോയിട്ട് ഓക്കെ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തന്ന പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ന്യൂ, ഇതിനുശേഷം സേവ് കൊടുത്തു. ഓക്കെ, ആ ഫയൽ ഓപ്പൺ ആയതായിട്ട് കാണാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് സൂം ചെയ്യാം. സൂം ചെയ്യാൻ ഇവിടെ ഒരു പ്ലസും മൈനസും ഇവിടെ കാണാം. സൂം ഔട്ടും സൂം ഇന്നും ആണ് ഇത്. അപ്പോൾ പ്ലസ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ PDF ഫയൽ വലുതായി വരുന്നതായിട്ട് കാണാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യാം. ശേഷം വീണ്ടും മറ്റൊരു ഫയൽ PDF ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ചെയ്ത പോലെ ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ കുറച്ച് നെയിം എന്ന കോളത്തിൽ നേരത്തെ നോൺ ആയിരുന്നു. അതിൻ്റെ തൊട്ട് താഴത്തായിട്ട് പ്രീവിയസ് പ്ലോട്ട് എന്നൊരു ഓപ്ഷൻ കാണാം. ആ പ്രീവിയസ് പ്ലോട്ട് എന്ന ഓപ്ഷൻ അവിടെ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ നേരത്തെ ഓൾറെഡി സെറ്റ് ചെയ്തു വെച്ച സെറ്റിങ്സ് ഇവിടെ ആഡ് ആയതായിട്ട് കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ മറ്റൊരു ഫയൽ എടുത്ത് വീണ്ടും ആദ്യം മുതലേ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനാലാണ് ഇവിടെ പ്രീവിയസ് പ്ലോട്ട് എന്നൊരു ഓപ്ഷൻ അവിടെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ വിൻഡോയിൽ പോയിട്ട് അത് ഫയൽ സെലക്ട് ചെയ്തിട്ട് ഓക്കെ എടുത്താൽ ആ ഫയൽ പ്രിൻ്റ് ആവുന്നതാണ്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഒരു AutoCAD ഫയൽ എങ്ങനെയാണ് PDF ആക്കാം എന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലാകാത്തവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെന്ന് കരുതുന്നു. ഇതുപോലത്തെ പുതിയ അറിവുകൾക്കായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.